ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് മോർണിംഗ്. ഈ ഒരു വർഷത്തെ ആദ്യത്തെ ഗുഡ് മോർണിംഗ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു രാത്രി നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനും അടിച്ചു പൊളിച്ചു. ഞാനിവിടെ വയനാട്ടിലെ മൗണ്ടൻ വ്യൂ റിസോർട്ടിലാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. അറിയാമല്ലോ, ലേറ്റായിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ ഏകദേശം 10 മണിയായി. കോടയൊക്കെ ഒന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. വളരെ ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊക്കെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ ഇരുന്ന് സംസാരിക്കട്ടല്ലേ. ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് അല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടേ. അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ തൊട്ടിട്ട് ഗുഡ് മോർണിംഗ് പറയാണ്. അതേപോലെ ഈ ഒരു ഹാവ് എ നൈസ് ഡേ എന്നാണ് ഞാൻ പറയാറ്. അത് മാറ്റി ഹാവ് എ ഇയർ ഡേ എന്നാക്കേണ്ടി വരും. അങ്ങനെ തന്നെയല്ലേ മോനെ പറയാ. ഇനി നൈസ് ഇയർ ഡേ. ഏകദേശം എൻ്റെ 9ാം ക്ലാസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഇംഗ്ലീഷ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, എന്ത് മ്യൂസിയമായിരുന്നു, MIT മ്യൂസിയയിലെ പാത്തുൻ്റെ ഇംഗ്ലീഷ് മറന്നിട്ട് കൂട്ടിയാൽ മാത്രം മതി കേട്ടോ നിങ്ങളെ. അപ്പോൾ ഡോറ കടിച്ചാൽ ഭയങ്കര സൗണ്ട്. അവിടെ വാഷ്റൂമിൽ നിന്ന് കുളിക്കുന്നതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് പോരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു ഇയർ തന്നെ നല്ലൊരു ദിവസങ്ങൾ നിങ്ങൾക്ക് തരട്ടെ. 365 ദിവസവും നല്ല ഡേ ആവട്ടെ, നല്ല ഗുഡ് മോർണിംഗ് ആവട്ടെ, നല്ല നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സഫലമാകട്ടെ എന്നുള്ള ഒരു വിഷും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രഷ് ആവട്ടെ. ഇന്നലെ തൊട്ടിട്ട് അവിടുന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പിന്നെ വന്ന് ഫ്രഷ് ആവാനൊന്നും എനിക്ക് വയ്യായിരുന്നു. ഒരു കിടത്തം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങളോടൊക്കെ ഉള്ള ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഇവിടുന്ന് കുറച്ചങ്ങ് നടന്നു പോകണം കേട്ടോ. അപ്പം വേണേൽ നമുക്ക് റൂമിലേക്ക് എത്തിച്ച് തരാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ബുഫേ ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു വർഷം ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇന്നലെ തന്നെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയർ പാർട്ടി എൻജോയ് ചെയ്യുന്നത്. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ന്യൂ ഇയറിനെ നമ്മൾ സന്തോഷത്തോടെ വരവേൽക്കുകയും ആ ഒരു വർഷത്തെ നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. നഷ്ടങ്ങളും നേട്ടങ്ങളും ഒരുപാടുണ്ടാവും. ആ നഷ്ടങ്ങളെ നമ്മൾ നേട്ടങ്ങളാക്കിയിട്ട് കണക്കാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഏതൊരു നഷ്ടം വരികയാണെങ്കിലും അത് ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ന്യൂ ഇയറിന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട്, ഈ ന്യൂ ഇയറിന് പടക്കം പൊട്ടിക്കുമ്പോൾ തീരുന്നത് 2025 തുടങ്ങുന്നത് 26 ആണെങ്കിലും. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ വിഷമിക്കല്ലേ ചെയ്യണ്ടേ. പക്ഷെ ആർക്കൊരു വിഷമവും ഇല്ലല്ലോ. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്തൊരു പ്രശ്നത്തെയും ഇതേപോലെ നിങ്ങൾ കണ്ട് ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ 2026 ഗുഡ് മോർണിംഗ് പറയാണ്. ഹാവ് എ നൈസ് ഡേ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.